മേഘനയ്ക്ക് കുറച്ച് ശ്രദ്ധയും ഉത്തരവാദിത്ത ബോധമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ ആന്റി. മഞ്ജരി, ആവശ്യമില്ലാതെ മേഘനെ കുറ്റപ്പെടുത്തണ്ട. എന്തിനാ ഇവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? എല്ലാത്തിനും കാരണക്കാരി ഇവള് തന്നെയാ. ഒരിക്കലും ഈ വീടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു നിന്റെ കൈ പിടിച്ച് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്നിട്ടിപ്പോ നീ കാരണം ഈ വീടിന് നാശം സംഭവിക്കാൻ പോകുന്നത്. മോം, ആ ഫയല് നഷ്ടപ്പെടാൻ ഞാനും കാരണക്കാരനാ. അവളെ മാത്രം കുറ്റം പറയണ്ട. അതെ മിഥുൻ, നീയും ഇതിന് കാരണക്കാരനാ. നീയും മേഘനയും കൂടി അമ്പലത്തിൽ പോയി ആ കാപ്പ് കിട്ടി വന്നോണ്ടല്ലേ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്. എന്നോട് ക്ഷമിക്കണം അമ്മേ, എന്റെ ശ്രദ്ധക്കുറവുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചത്. ഇത് വെറും ശ്രദ്ധക്കുറവല്ല മേഘനെ, ക്ഷമിക്കാൻ കഴിയാത്ത തെറ്റാ. നിന്റെ ക്ഷമാപണം കേട്ടു നിന്നാ ബിസിനസ്സിൽ ഉണ്ടാവാൻ പോകുന്ന നഷ്ടം നികത്താനാവില്ല. കമ്പനിക്ക് നഷ്ടപ്പെടാൻ പോകുന്ന പ്രസ്റ്റീജ് തിരിച്ചു കിട്ടുമോ? ചെല്ല്. എനിക്ക് നിന്റെ മുഖം കാണണ്ട മേഘന, ഇവിടുത്തെ പോവാൻ നോക്ക്. ഇവിടുന്ന് പോവാൻ. ജേട്ട പ്ലീസ്, ദയവ് ചെയ്ത് ആരും എന്നോട് ഇപ്പൊ സംസാരിക്കാൻ വരരുത്. എനിക്ക് ആരോടൊന്നും പറയാനില്ല. മേഘനയുടെ കാര്യത്തിൽ തീരുമാനമായി. ഇനി ആ ചാരുന്റെ കാര്യം കൂടെ നോക്കണം. അതിന് ഇനിയും ടൈം ഉണ്ട് ആന്റി. ചേച്ചി അനിയത്തി നമുക്ക് ഒന്നിച്ചതിന് പുറത്താക്കാന്നേ. എനിക്കൊരു കോള് വരുന്നുണ്ട് ആന്റി. ഇന്നത്തോടെ ആ ചാരുന്റെ ശല്യം അവസാനിക്കാൻ പോവാ. എന്നിട്ട് വേണം ഞാൻ ഇഷ്ടപ്പെടുന്ന പെണ്ണിനെ കൊണ്ട് വിവേകിന് കല്യാണം കഴിപ്പിക്കാൻ. പറയും മഞ്ജരി, എന്താ അവിടുത്തെ സിറ്റുവേഷൻ? എന്താവാൻ, അഗ്നിപർവ്വതം അങ്ങ് പൊട്ടിത്തെറിച്ചു. എല്ലാവരുടെ മുന്നില് ആ മേഘന ശരിക്കും ഇൻസൾട്ടായി. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് തന്നെയല്ലേ. മിഥുൻ എന്തെങ്കിലും പറഞ്ഞോ? ആ ഫയല് കാണാതായതിന്റെ പേരിൽ അരുണിമാൻറ്റി ആ മേഘനയെ ഇവിടെയിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. പാവം മിഥുൻ മേഘനയെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചതാ. പക്ഷേ പൊട്ടിത്തെറിച്ചു നിൽക്കുന്ന അരുണിമാൻറ്റിയെ ജയദേവൻ അങ്കിളിന് പോലും തടയാൻ പറ്റിയില്ല. മേഘനയുടെ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു. അത് കണ്ടപ്പോ എനിക്ക് ഇന്ന് സന്തോഷമായി എന്നറിയോ സരയൂ. ഞാനും ശരിക്കും ഹാപ്പിയാ മഞ്ജരി. നീ സ്കാൻ ചെയ്ത് അയച്ച ഫയലുകൾ ഞാൻ എന്റെ ആവശ്യത്തിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ശരി, മിഥുൻ എല്ലാ വാല്യൂസും വളരെ വൃത്തിയായിട്ട് കോഡ് ചെയ്തിട്ടുണ്ട്. മിഥുന് മേഘനയുടെ സപ്പോർട്ട് കൂടി ഉണ്ടായിരുന്നല്ലോ. രണ്ടുപേരും കൂടി രാത്രി ഒന്നിച്ചിരുന്ന ആ ഫയൽ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഹാർഡ് വർക്ക് അവരുടെയാണെങ്കിലും പ്രതിഫലം എനിക്കാ. ഇപ്പോ ഈ സിറ്റിയിലെ ഏറ്റവും വലിയ പ്രോജക്റ്റ് എന്റെ കൈകളിലേക്ക് എത്താൻ പോവുകയാണ്. ബിക്കോസ് ഓഫ് യു മഞ്ജരി. താങ്ക് യു സോ മച്ച്. നീ എനിക്ക് ഹെൽപ്പ് ചെയ്തു, ഞാൻ നിന്നെ തിരിച്ചു ഹെൽപ്പ് ചെയ്തു. അതിൽ നിനക്കും താങ്ക്സ് സരയൂ. നീ എനിക്കിനി മറ്റൊരു സഹായം കൂടി ചെയ്യണം. ഇന്ന് മിഥുൻ വീടിന് പുറത്തിറങ്ങാതെ കൂടി നോക്കണം. അതെന്തിനാ? ആ ഫയലിന്റെ ഡീറ്റെയിൽസ് നിനക്ക് കിട്ടിയല്ലോ. ഒറിജിനൽ ആണെങ്കിൽ ഞാൻ നശിപ്പിച്ചും കളഞ്ഞു. മിഥുൻ വെറും കൈയോടെ ടെൻഡറിന് വന്നാലും ശരി, എന്തെങ്കിലും മാജിക് കാണിക്കുന്ന ഉറപ്പാ. മാത്രമല്ല, അവൻ ഇവിടെ വന്നാ മിഥുന്റെ കൊട്ടേഷൻ ഞാൻ കോപ്പി ചെയ്തു എന്ന് ഈസി ആയിട്ട് മനസ്സിലാവും. സോ ഇന്ന് ഈ ടെൻഡർ മീറ്റിംഗ് അവസാനിക്കുന്നത് വരെ മിഥുനും മേഘനയും വീട്ടിൽ തന്നെ ഉണ്ടാവണം. ഓക്കെ സരയൂ, ആ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മേഘനെ, ചെയർമാനായി നീ എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്നെ അപമാനിച്ചു. ഇപ്പൊ കണ്ടില്ലേ, അതിലും വലിയ നഷ്ടമാണ് നിങ്ങൾക്കുണ്ടാവാൻ പോകുന്നേ. ആ ഫയല് കിട്ടിയില്ലെങ്കിൽ
ഇന്ന് നമുക്ക് ആ ടെൻഡറും കിട്ടില്ല. ഇത്ര ഇമ്പോർട്ടന്റ് ആയൊരു ടെൻഡർ ഫയല് ആരെങ്കിലും ഇങ്ങനെ തലയ്ക്ക് താഴെ വെച്ച് കിടന്നുറങ്ങും? എനിക്ക് നിന്റെ മുഖം കാണണ്ട മേഘന, ഇവിടുന്ന് പോവാൻ നോക്ക്. ചേച്ചി ഇങ്ങനെ വിഷമിക്കല്ലേ. ഇതിൽ ചേച്ചിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ഇതാരോ മനഃപൂർവ്വം ചെയ്തത് തന്നെയാ. എനിക്ക് ആ കാര്യത്തിൽ ഉറപ്പുണ്ട്. ആര് ചെയ്താലും നഷ്ടം സംഭവിക്കുന്നത് നമ്മുടെ കുടുംബത്തിനല്ലേ ചാരു? വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൊജക്റ്റാ. അത് നമ്മുടെ കൈവിട്ട് പോയില്ലേ? ആ പ്രോജക്റ്റ് കയ്യിൽ നിന്ന് പോവാതിരിക്കാൻ വേണ്ടി ആരോ മനഃപൂർവ്വം വേണമെന്ന് വെച്ച് ചെയ്തു തന്നെയായത്. ഇന്നലെ രാത്രി വീട്ടിൽ വന്ന ആ കള്ളൻ അവര് പറഞ്ഞയച്ച ആള് തന്നെയായിരിക്കും. അത് പുറത്തുനിന്ന് വന്ന കള്ളന്മാരാണോ വീട്ടിൽ തന്നെ ഉള്ള കള്ളന്മാരാണോ എന്നെനിക്കറിയില്ല. മിഥുനേട്ടൻ രാത്രി മുഴുവൻ ഇരുന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് ആ ഫയൽ റെഡിയാക്കിയത്. ആ കഷ്ടപ്പാടെല്ലാം ഇപ്പൊ ഞാൻ കാരണം വേസ്റ്റ് ആയില്ലേ? ഞാനൊരു വലിയ തെറ്റാ ചെയ്തിരിക്കുന്നത്. ചിക്കു, ഇന്നലെ നീ ഫോണിൽ കണ്ടോണ്ടിരുന്ന വീഡിയോ ഇപ്പൊ കാണുന്നില്ലല്ലോ. ഏത് വീഡിയോയാ ചക്കി? അത് തന്നെ നീ ഇന്നലെ കണ്ടോണ്ടിരുന്നില്ലേ? ഹൗ ടു ഫൈറ്റ് വിത്ത് എനിമി. ആ വീഡിയോ. ഓ അതാണോ? സെർച്ച് ഹിസ്റ്ററിയിൽ നോക്ക്, അതിൽ എന്തായാലും ഉണ്ടാകും. അത് ശരിയല്ലേ? ഹിസ്റ്ററിയിൽ നമ്മൾ കണ്ട ഇതുവരെയുള്ള എല്ലാ വീഡിയോ ഉണ്ടാകും അല്ലേ? അത് നോക്കാം. എന്താ നോക്കുന്ന ചേച്ചി? ഇന്നലെ രാത്രി ഞാനും മിഥുനേട്ടനും ഫയൽ പ്രിപ്പയർ ചെയ്തപ്പോ ഓർഡർ വൈസ് ആയിട്ട് എമൗണ്ട് ടാലി ചെയ്ത് ഫയലിൽ എൻട്രി ചെയ്തിരുന്നു ചാരു. ഫോണിലെ കാൽക്കുലേറ്റർ ഹിസ്റ്ററിയിൽ ആ ഫിഗേഴ്സ് എല്ലാം ഉണ്ടാവില്ലേ? അതാ നോക്കുന്നത്. യെസ്, അതെല്ലാം ഉണ്ട്. വന്നേ. താങ്ക് യു ചക്കി. താങ്ക് യു ചിക്കു. എന്തിനാ അമ്മ ഇപ്പൊ ഞങ്ങളോട് താങ്ക്സ് പറയുന്നേ? എന്താ അമ്മ ഇത്ര ഹാപ്പി ആയിരിക്കുന്നേ? അതൊക്കെ പിന്നെ പറയാവേ. അമ്മയെ നിങ്ങൾ രണ്ടുപേരും വലിയൊരു പ്രശ്നത്തിൽ നിന്നാ രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. ഇനി എന്താ ആലോചിച്ചിരിക്കാൻ? നമ്മുടെ കുടുംബത്തോടുള്ള റെസ്പെക്ട് കൊണ്ടാ സെൻട്രൽ മിനിസ്ട്രി ഈ പ്രൊജക്ട് ഓഫർ ചെയ്തത്. നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ തന്നെ അത് തട്ടിക്കളഞ്ഞു. മിനിസ്റ്ററെ ഫോൺ ചെയ്ത് ആ ടെൻഡറിന് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് ഒന്ന് പറഞ്ഞേക്ക് ചേട്ടാ. നമ്മുടെ ശ്രദ്ധക്കുറവുകൊണ്ട് മിനിസ്റ്ററിനുണ്ടായ വിശ്വാസവും ഗവൺമെന്റിന്റെ ആനുകൂല്യം എല്ലാം ഇല്ലാതാവട്ടെ. അല്ലെങ്കിൽ ഞാൻ തന്നെ ഇപ്പൊ അദ്ദേഹത്തെ വിളിച്ചേക്കാം. ഒന്ന് നിക്കമ്മേ. അമ്മ ആരോട് ഇനി സോറി പറയേണ്ട ആവശ്യമില്ല. ആ ഫയൽ നീ കൊണ്ട് കളഞ്ഞില്ലേ? എന്നിട്ടൊരു സോറിയെങ്കിലും പറയാതിരിക്കുന്ന എങ്ങനെയാ? അല്ല, നീ എന്താ ഉദ്ദേശിക്കുന്ന മേഘനെ? ഫയൽ മിസ്സായി എന്നുള്ളത് ശരിയാ. പക്ഷെ ഫയലിൽ കോട്ട് ചെയ്തിരിക്കുന്ന എമൗണ്ടും വാല്യൂസും എല്ലാം എന്റെ ഫോണിലെ ഹിസ്റ്ററിയിൽ ഇപ്പോഴും ഉണ്ടമ്മേ. നീ എന്തൊക്കെയാ പറയുന്ന മേഘനെ? കോട്ട് വാല്യൂസ് ഒക്കെ നിന്റെ മൊബൈലിൽ എങ്ങനെയാ? രാത്രി എന്റെ ഫോണിലെ കാൽക്കുലേറ്ററിൽ കോട്ട് എമൗണ്ട്സ് എല്ലാം ടാലി ചെയ്ത് ആ വാല്യൂസ് ഞാൻ മിഥുനേട്ടന് പറഞ്ഞു തന്നില്ലേ? ആ കാൽക്കുലേറ്റർ ഹിസ്റ്ററിയിൽ എമൗണ്ടുകളെല്ലാം ഓർഡറിൽ തന്നെ ഉണ്ട്. നോക്ക്. അത് ശരിയാമോ? മേഘനയുടെ ഫോണിലെല്ലാം ഉണ്ട്. ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാൻ ആ ഫയലെല്ലാം റീക്രിയേറ്റ് ചെയ്തോളാം. ആണോ?
എമൗണ്ട്സ് ഫോണിൽ കാൽക്കുലേറ്റ് ചെയ്തത് വളരെ നന്നായി മേഘനെ. വേഗം തന്നെ ഫയൽ തയ്യാറാക്കും. എന്നിട്ട് ഈ ടെൻഡറിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാലോ. ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇതെങ്ങനെ ചെയ്യാനാ? ഞങ്ങളെ വിശ്വസിക്കമ്മേ. അധിക സമയമൊന്നും വേണ്ട. ഗവൺമെന്റിന്റെ പ്രൊജക്ട് നന്ദൻ കുടുംബത്തിൽ നിന്ന് ആരും തട്ടിയെടുക്കില്ല. ഇനി എന്തിനാ കാത്തു നിൽക്കുന്നേ? മിഥുൻ, പെട്ടെന്ന് തന്നെ ചെന്ന് ഫയൽ റെഡിയാക്കി എടുക്കും. ആ ചാരു, എന്റെ ലാപ്ടോപ്പ് ഒന്ന് എടുത്തോണ്ട് വരാമോ? ശരി മിഥുനേട്ടാ. അവസാന സമയത്ത് ഇങ്ങനെ ടെൻഷൻ ആവേണ്ടി വന്നില്ലേ? രാത്രി വന്ന ഫയൽ എടുത്തോണ്ട് പോയ കള്ളനെ വെറുതെ വിടാൻ പറ്റില്ല. കാര്യങ്ങളെല്ലാം കറങ്ങി തിരിഞ്ഞ് എന്റെ നേർക്കാണല്ലോ വരുന്നത്. എത്രയും പെട്ടെന്ന് ഈ കാര്യം മഞ്ജരി അറിയിച്ചേ പറ്റൂ. മഞ്ജരി, മഞ്ജരി, വാ ആന്റി. മഞ്ജരി, എടി മഞ്ജരി, എന്താ ഇത്? മഞ്ജരി, മഞ്ജരി ഒന്ന് നിർത്ത്. ആന്റിക്ക് ഇതെന്താ പറ്റിയേ? കാര്യങ്ങൾ കൈവിട്ടു പോയി. നമ്മളിവിടുന്ന് കൊണ്ടുപോയ ഫയല് മേഘനെ റീക്രിയേറ്റ് ചെയ്യാൻ പോവാ. അതെങ്ങനെ ശരിയാവും? ആ ഫയൽ ഇന്നലെ രാത്രി ഞാൻ നശിപ്പിച്ചതല്ലേ? അവിടെയാ ഞാനും നീയും മേഘനയെ കുറച്ച് കണ്ടത്. ആ മേഘന എന്താ ചെയ്തെന്നറിയോ? ഫയൽ മിസ്സായി എന്നുള്ളത് ശരിയാ. പക്ഷെ ഫയലിൽ കോട്ട് ചെയ്തിരിക്കുന്ന എമൗണ്ടും വാല്യൂസും എല്ലാം എന്റെ ഫോണിലെ ഹിസ്റ്ററിയിൽ ഇപ്പോഴും ഉണ്ടമ്മേ. നോക്ക്. അത് ശരിയാമോ? മേഘനയുടെ ഫോണിലെല്ലാം ഉണ്ട്. ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാൻ ആ ഫയലെല്ലാം റീക്രിയേറ്റ് ചെയ്തോളാം. ആ ഫയലിന്റെ പേരും പറഞ്ഞ് എനിക്ക് നല്ല ഇടിയും കിട്ടിയതാ. ഇപ്പൊ അതും പോരാഞ്ഞിട്ട് ആരിടുമ്പ ചേച്ചി പറയുന്ന കേട്ടു രാത്രി വീട്ടിൽ കയറി വന്ന ആ ഫയൽ എടുത്തോണ്ട് പോയ കള്ളനെ വെറുതെ വിടില്ലാന്ന്. അത് ചെയ്തത് ഞാനാണെന്ന് എങ്ങനെ അറിഞ്ഞാലേ എല്ലാരും എന്നെ കൊന്നു കളയും. അവര് രണ്ടിനെയും പുറത്താക്കാൻ കച്ച കെട്ടി ഇറങ്ങിട്ട് നിന്നെ എന്നെ എല്ലാവരും ഇവിടുന്ന് ചവിട്ടി പുറത്താക്കാൻ പോവാ. എല്ലാം കഴിഞ്ഞു. നമ്മുടെ എല്ലാ കള്ളത്തരങ്ങളും എല്ലാവരും അറിയും. ഒന്ന് നിർത്ത ആന്റി. ഇന്ന് മിഥുൻ വീടിന് പുറത്തിറങ്ങാതെ കൂടി നോക്കണം. മാത്രമല്ല അവൻ ഇവിടെ വന്ന മിഥുന്റെ കൊട്ടേഷൻ ഞാൻ കോപ്പി ചെയ്തു എന്ന് ഈസി ആയിട്ട് മനസ്സിലാവും. ഇന്ന് ഈ ടെൻഡർ മീറ്റിംഗ് അവസാനിക്കുന്നത് വരെ മിഥുനും മേഘനയും വീട്ടിൽ തന്നെ ഉണ്ടാവണം. എന്ത് ചെയ്തിട്ടാണെങ്കിലും ശരി, മിഥുനും മേഘനയും ആ ഫയലും കൊണ്ട് ഇവിടുന്ന് ടെൻഡറിന് പോകാൻ പാടില്ല. ആ പ്രോജക്റ്റ് കിട്ടാനും പാടില്ല. തടയണം. ഇനി അതും ചെയ്യാൻ പോവാണോ? അത് ചെയ്തേ പറ്റൂ. വാ ആന്റി. ഇവക്ക് ഭ്രാന്തായതാണോ അതോ എനിക്ക് ഭ്രാന്തായതാണോ? അല്ല ശരിക്കും ഇവിടെ എന്താ സംഭവിക്കുന്നേ? ആന്റി ഒന്ന് വരുന്നുണ്ടോ? ഞാൻ ആ ഫയൽ എടുത്തിട്ട് വരട്ടെ. മേഘനെ, നീ ഇതിലൊന്ന് സൈൻ ചെയ്തേ. മോം, ഡാഡ്, നിങ്ങളും വേഗം ചെയ്യേ. നിങ്ങൾ സൈൻ ചെയ്യും. കൈവിട്ടു പോയെന്ന് കരുതിയ പ്രോജക്റ്റ് വീണ്ടും നമ്മുടെ കയ്യിൽ തന്നെ എത്താൻ പോവാ. എനിക്കിപ്പോ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ഇപ്പോഴും ആ പ്രൊജക്ട് നമ്മുടെ കയ്യിൽ തന്നെ കിട്ടുമെന്നുള്ളതിന് ഒരു ഗ്യാരണ്ടിയില്ല. നമ്മുടെ ഫയൽ ഓൾറെഡി ഇവിടുന്ന് പുറത്തു പോയതല്ലേ. ഇതേ കൊട്ടേഷനില് മറ്റാരെങ്കിലും ബിഡ് ചെയ്യുമായിരിക്കും. അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ലമ്മേ. അമ്മ ഞങ്ങളെ വിശ്വസിച്ചാൽ മാത്രം മതി. എങ്ങനെയാണേലും ഈ പ്രൊജക്ട് നമുക്ക് തന്നെ കിട്ടും. അതൊക്കെ എങ്ങനെ കിട്ടുമെന്നാ മേഘനെ? നീ പറയുന്നത് പോലെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആന്റി, ഇതെന്തോ ബാഡ് സൈനായിട്ട് എനിക്ക് തോന്നുന്നത്.
ഒരു തവണ ഈ മേഘനയെ വിശ്വസിച്ച് നമ്മൾ പെട്ടുപോയതല്ലേ. ഇപ്പൊ വീണ്ടും ഇവള് പറയുന്നത് പോലെ നമ്മൾ ടെൻഡറിന് പോയാ അവിടെ എന്തെങ്കിലും നമുക്ക് ദോഷമായിട്ട് സംഭവിച്ചാലോ? അത് നമ്മുടെ നന്ദൻ ഗ്രൂപ്പിന്റെ അന്തസ്സിനെ ബാധിക്കില്ലേ? എനിക്ക് അതോർത്ത് നല്ല പേടിയുണ്ട്. മേഘന കാരണം ഈ കുടുംബത്തിന്റെ അന്തസ്സിന് ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. ഞങ്ങളുടെ നന്ദൻ ഗ്രൂപ്പിനെ നാഷണൽ ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന അവളാ. ശരിക്കും സെൻട്രൽ മിനിസ്റ്റർ നമുക്ക് ഈ പ്രോജക്റ്റ് ഓഫർ ചെയ്തതിന്റെ കാരണം മേഘനയ്ക്ക് കിട്ടിയ ആ അവാർഡാ. അതിന് അവാർഡ് കണ്ട ആരെങ്കിലും പ്രോജക്റ്റ് തരുമോ മിഥുൻ? എന്റെ ചേച്ചിയുടെ ഹാർഡ് വർക്കിനാണ് ആ അവാർഡ് പ്രതിഫലമായി കിട്ടിയത്. എന്റെ ചേച്ചി എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യുന്നതുകൊണ്ടാ ഈ പ്രോജക്റ്റിനെ നമ്മൾ തിരഞ്ഞെടുത്തത്. പ്രൊജക്റ്റ് കിട്ടിക്കഴിഞ്ഞിട്ടില്ല. ഇത് നമുക്ക് കിട്ടിയ ഓഫറാ. ശരിയായി ബിഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രൊജക്റ്റ് നമുക്ക് തന്നെ കിട്ടും. സമയായില്ലേ? ഇറങ്ങാൻ നോക്കും മിഥുൻ. ഓൾറെഡി നമ്മളുടെ ഫയല് ലീക്ക് ആയതല്ലേ. അപ്പൊ പിന്നെ ആ ടെൻഡറിന് പോയിട്ട് ഇനി എന്താ കാര്യം മിഥുൻ? എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്നൊക്കെ എനിക്കറിയാം മഞ്ജരി. നീ ഇതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ മിഥുന്റെ കൂടെ ഞാനും പോവാ ആന്റി. ഇന്നലെ എനിക്ക് മിഥുന്റെ കൂടെ നിൽക്കാൻ പറ്റിയില്ലല്ലോ. ഇന്നെന്തായാലും മിഥുന്റെ കൂടെ പോയിട്ട് ഈ പ്രോജക്റ്റ് നമ്മുടെ കൈക്കലാക്കാൻ നോക്കാം. ഈ കമ്പനിയിലെ നിന്റെ പൊസിഷൻ എന്താ മഞ്ജരി? നന്ദൻ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിന്റെ ചെയർമാൻ മേഘനയാണ് ഇതിന്റെ കൂടെ പോകേണ്ടത്. അങ്ങനെ ഒരു പൊസിഷന് വേണ്ടിയല്ലെങ്കിൽ മിഥുൻ ഒരു സപ്പോർട്ടിന് വേണ്ടിയാ പോകുന്നേ. മിഥുനേട്ടനെ നിനക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും മഞ്ജരി? നീ ഇപ്പൊ പ്രഗ്നന്റ് അല്ലേ? ടെൻഡർ നടക്കുന്നത് ഇവിടെ നിന്ന് ഒരുപാട് ദൂരെയുള്ളൊരു സ്ഥലത്താ. അത്രയും ദൂരം നിനക്ക് യാത്ര ചെയ്യാൻ പറ്റില്ലല്ലോ. ഗർഭിണിയായിരിക്കുന്ന പെണ്ണുങ്ങള് ഒരുപാട് ദൂരം യാത്ര ചെയ്യാൻ പാടില്ല. വയറ്റിലുള്ള കുട്ടിക്ക് അത് നല്ലതല്ല. എനിക്കൊരു പ്രശ്നവുമില്ല, ഞാനും വരാം. മഞ്ജരി, നീ ഇവിടെ തന്നെ നിന്നാ മതി. നിങ്ങൾ രണ്ടാളും പോയിട്ട് വാ. ഓക്കെ മോം, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് മിഥുൻ. താങ്ക് യു ഡാഡ്. എന്തു പറ്റി മഞ്ജരി? ടെൻഡറിന് പോകുന്ന എനിക്ക് ഓൾ ദി ബെസ്റ്റ് പറയാൻ വേണ്ടിയാണ് വിളിച്ചേ. അതല്ല സരയു, നമ്മുടെ കാര്യങ്ങളെല്ലാം റിവേഴ്സായി. എന്തു പറ്റി? മിഥുനും മേഘനയും ആ ടെൻഡറിന് വേണ്ടി ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു. എനിക്കാണെങ്കിൽ അവരെ തടയാനും പറ്റിയില്ല. എന്താ മഞ്ജരി ഇത്? ഇത്രയും ചെറിയ കാര്യം പോലും നിനക്ക് ചെയ്യാൻ പറ്റില്ലേ? ഓക്കെ, ലീവ് ഇറ്റ്. കയ്യിൽ ഒന്നുമില്ലാതെ വന്നിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നുമില്ലാതെയൊന്നുമല്ല അവര് വരുന്നത്. അവരുടെ കയ്യിൽ ഫയൽസ് ഉണ്ട്. വാട്ട്? ഫയൽസ് അവരുടെ കയ്യിലുണ്ടെന്നോ? മേഘന അതിൽ എന്തൊക്കെയോ കാണിച്ച് ആ ഫയൽസ് റീക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നീ വേഗം തന്നെ എന്തെങ്കിലും ചെയ്യ് സരയൂ. എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അവരവിടെ എത്തുമ്പോ നിങ്ങൾ രണ്ടുപേരും സെയിം കൊട്ടേഷൻ ആവില്ലേ? അതെങ്ങാനും കണ്ടു കഴിഞ്ഞാ എന്തായാലും അവർ എന്നെ സംശയിക്കും. ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാം മഞ്ജരി. എനിക്ക് ആ പ്രൊജക്ട് കിട്ടിയേ പറ്റൂ. അവരവിടെ നിന്ന് ഇറങ്ങിയിട്ട് എത്ര നേരായി? ദേ ഇപ്പഴാ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, ബാക്കി ഞാൻ നോക്കിക്കോളാം. ഹലോ വിക്കി, നീ എവിടെയാണേലും 15 മിനിറ്റിനുള്ളിൽ നിന്റെ ഗണ്ണും കൊണ്ട് ഞാൻ പറയുന്ന സ്ഥലത്ത് വരണം. ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. കാണിച്ചു തരാം മേഘന. വീണ്ടും നീ എന്റെ വഴിക്ക് കുറുകെ നിൽക്കുവല്ലേ? എത്ര തവണ ഞാനത് ക്ഷമിച്ചു തരണം? ഇത്തവണ നിങ്ങളുടെ ശല്യം ഞാൻ എന്നേക്കുമായി അവസാനിപ്പിക്കാൻ പോവാ. 2 പേരും ഒന്നിച്ച് സന്തോഷത്തോടെ നരകത്തിലേക്ക് പോ. നിന്നെ കാണുമ്പോ ഫീനിക്സ് പക്ഷിയെ എനിക്ക് ഓർമ്മ വരുന്നേ. ആ പക്ഷിയെ ചുട്ടുകരിച്ച് ചാമ്പലാക്കിയാലും ആ ചാരത്തിൽ നിന്ന് അത് ജീവൻ വെച്ച് വീണ്ടും പറന്നു വരും അത്രേ. നീയും അതുപോലെയാ, ഒരിക്കലും തോറ്റ് പിന്മാറില്ല. അതാ നിന്റെ ഒരു ക്യാരക്ടർ. ഇപ്പൊ വിജയിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ മാത്രം വിജയം ആയിരിക്കില്ല മിഥുനേട്ടാ.
മിഥുനേട്ടനും കുട്ടികളും എപ്പോഴും എന്റെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കുമ്പോ ഞാൻ ഒരിക്കലും തോൽക്കില്ലല്ലോ. കുറച്ചുകൂടി കഴിഞ്ഞാ അവർ ഈ റൂട്ടിൽ വരും. ഞാൻ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുമല്ലോ അല്ലേ? തീർച്ചയായും മാഡം. ഞാൻ ഇവിടെ ഇരുന്ന് ഷൂട്ട് ചെയ്ത് അവരുടെ കാറിന്റെ ടയർ ബ്ലാസ്റ്റ് ചെയ്യും. കാറിന്റെ കൺട്രോൾ പോയ പിന്നെ നേരെ കൊക്കയിലേക്കായിരിക്കും വീഴ. അതിലുള്ളത് ആരാണെങ്കിലും പിന്നെ പൊടി പോലും കിട്ടില്ല. ആക്സിഡന്റ് ഉണ്ടാവണം, രണ്ടും ഇതോടെ തീരണം. ഒരു തെളിവുണ്ടാവാൻ പാടില്ല.